അപ്പോൾ നമ്മുടെ കഴിഞ്ഞ അവസ്ഥ എന്ന് പറയുന്നത് അന്ധകാരത്തിന്റെ അവസ്ഥയായിരുന്നു എന്നുള്ളതാണ്. അന്ധകാരത്തിൽ നിന്ന് പിന്നെ നമ്മെ എങ്ങോട്ടേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്? അത്ഭുതകമായൊരു വെളിച്ചത്തിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാനായിട്ടാണ് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ദൈവത്തിന്റെ ജനത്തെ ഈ സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി യേശു കർത്താവിനെ മറ്റുള്ളവർക്ക് വിളംബരം ചെയ്യുവാൻ വേണ്ടിയിട്ട്, ഈ അത്ഭുത പ്രകാശത്തെ കുറിച്ച് പറയുവാൻ വേണ്ടിയിട്ട് ദൈവം നമ്മളെ മുന്നമേ കണ്ടിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നാം ഉൾക്കൊള്ളേണ്ടവരാണ്. നമ്മൾ നേരത്തെ അവസ്ഥ എന്താണ്? 10-ാമത്തെ വാക്യത്തിൽ വായിക്കും, മുമ്പേ നിങ്ങൾ ദൈവത്തിന്റെ ജനമല്ലാത്തവർ, എന്നാൽ ഇപ്പോഴോ നിങ്ങൾ ആരായിരിക്കുന്നു? നിങ്ങൾ ദൈവത്തിന്റെ ജനമാകുന്നു. അതുപോലെ തന്നെ നിങ്ങൾ കരുണ ലഭിക്കാത്തവരാണ്, എന്നാൽ ഇപ്പോൾ നിങ്ങൾ ആരാകുന്നു? നിങ്ങൾ കരുണ ലഭിച്ചവരാകുന്നു. അപ്പോൾ നമ്മുടെ മഹാസന്തോഷം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ജനമല്ലാതിരുന്ന നമ്മളെ ദൈവം സ്ഥിരമായിട്ട് ദൈവത്തിന്റെ ജനമാക്കി മാറ്റി. പിന്നെ ആരാലും കരുണ തോന്നാതിരുന്ന എന്നെയും നിങ്ങളെയും കർത്താവ് എന്ത് ചെയ്തു? അവന്റെ കരുണയിൽ കാക്കുവാനിടയായി തീർന്നു, നമ്മളെ തിരഞ്ഞെടുത്തു. ഇപ്പോൾ നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി നാം നിയോഗിക്കപ്പെട്ടവരാണ്. എനിക്കിന്ന് പങ്കുവയ്ക്കുവാനായിട്ടുള്ളത്, എല്ലാ കർത്താവിന്റെ കുഞ്ഞുങ്ങളും ഈ വല്ലാത്ത കാലത്ത്, പ്രത്യേകിച്ച് ഈ യുദ്ധത്തിന്റെ കെടുതികളും ക്ഷാമവും ഭൂകമ്പവും എന്ന് വേണ്ട പലവിധമായ പ്രശ്നങ്ങൾ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിന്റെ 2ാമത്തെ വരവിനെയാണത് വിളിച്ചറിയിക്കുന്നത്. അതുകൊണ്ട് ലഭിച്ചിരിക്കുന്ന സന്ദർഭം എന്ന് പറയുന്നത്, വിളിച്ചവനെ ദൈവം വിളിച്ചു എന്ന ബോധ്യമുണ്ടെങ്കിൽ, ദൈവം തെരഞ്ഞെടുത്തെന്ന് ബോധ്യമുണ്ടെങ്കിൽ, അവന്റെ സാക്ഷികളായി തീരുവാനായിട്ട് ഇനി അധികം സമയം ഒരുപക്ഷെ മുമ്പിൽ ലഭിച്ചില്ലെങ്കിൽ, ഇപ്പോഴത്തെ ഈ സമയം നമുക്ക് ഉപയോഗിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കണം. അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കണം, നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ടതായ ഒരു രാജകീയ പുരോഹിത വർഗമാകുന്നു എന്നുള്ളത് അഭിമാനത്തോടുകൂടെ നമുക്ക് തുടർക്കാലം മുമ്പോട്ട് പോകാൻ വലിയവനായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.